ബ്ലോക്ക് എന്നറിയാം. നമ്മൊന്ന് ആദ്യമായിട്ട് മെസ്സേജ് വഴി ഒന്ന് ഊട്ടി പോയി നോക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ദുനിയാവിലെ ആള് മൊത്തം ഇതിലേക്ക് വിടുന്ന. അപ്പൊ എത്ര നേരം അറിയാം ഇരിക്കുന്നത്. എന്താ ചെയ്യാ, കുറേ നേരം എടുത്തിട്ടിരിക്കുന്നു. ഏകദേശം 1/2 മണിക്കൂറത്തോളം ബ്ലോക്കിൽ പെട്ടിട്ട്. അതാ അങ്ങനത്തോളം വണ്ടിയാ, ലൈന് ഫുള്ളും വണ്ടിയാ. സ്ലോ ആക്കി കാണിച്ചതാ, എന്താ ഫുള്ളും വണ്ടിയാ. ബ്ലോക്കിനിടയ്ക്കതാ നല്ല ഏസിലെല്ലാം നല്ല റെസ്റ്റിലാട്ടാ. സാജി ദീപനി ഒക്കെ നല്ല ഉറക്കില്ല. മുതുമലി ടൈഗർ റിസർവ് വെൽക്കംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എൻട്രൻസിൽ തന്നെ. ഓക്കെ, അങ്ങനെ എങ്ങനെ ഉന്തി ഇതാ മസനഗുഡി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ. ബ്ലോക്കൊന്നും ഒരു കുറവില്ല. ഇവിടെ നാണ്ട് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കുടിച്ചിട്ട് കയറിച്ചിട്ട് അവിടെ വന്നിട്ടുള്ള മോശമില്ലാത്തുള്ളൊരു വ്യൂ ആട്ടോ ഇത്. ഇതിപ്പോൾ നല്ല വ്യൂ പോയിന്റിലാണ് നമ്മൾ ഉള്ളത്. ഇതാ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ലോങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണുന്നില്ല. പിന്നെ കുഞ്ഞു കുറേ വീടുകളെല്ലാം ഉണ്ട്. ഇത് മാമന് ഇങ്ങനെ സെമിയൊരു ചായക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. തന്നില്ല. ഏതാണ്ട് ചായക്ക് 15 റുപ്യ കേട്ടോ. ഇതാ ചായ വാങ്ങിയിട്ടുണ്ട്. ഇതാ മോശമില്ലാണ്ട് വ്യൂ ആസ്വദിച്ചിട്ടിങ്ങനെ ചായ കുടിച്ചതിൻ്റെ ബാക്കി റൈഡ്. ഞാനിപ്പോൾ ഇതാ ഇങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇനി ഊട്ടിലേക്ക് തന്നെ ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി എന്താ ഈ ഫ്രൂട്ടിയാ ഇതെപ്പോൾ കുടിച്ച് നല്ല രസമല്ല മോശമല്ല. അടിപൊളി വ്യൂ ആട്ടാ. മാമൻ വണ്ടി ഓടിക്കുകയാണ്. നമ്മ ഇങ്ങനെ പോയിരുന്നേ. നമ്മ ഇങ്ങനെ പോയി ഇത് ഞാൻ എവിടെയോ ഇങ്ങനെ പോയിരുന്നേ. എന്നിട്ടുണ്ട് മോനെ ഒരു ബൈക്കോ മുമ്പില്. ആ ചെങ്ങായി എന്താക്കുന്നത് അറിയാ? ചെങ്ങായി അയല്ല ചെങ്ങായി. നമ്മിപ്പോ ബോട്ടിൽ പോയി. ബോട്ടിന്റെ ബോർഡർ ഇങ്ങനെ കേറിയിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. വോയിസ് ഇട്ടക്കല്ലെങ്കിൽ സുലൈമാനല്ലേ നീട്ടോ എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മളങ്ങനെ ഊട്ടി കയറി. പക്ഷെ വലിയ തണുപ്പായിട്ടൊന്നും ഇല്ല കേട്ടോ. ചൂടുണ്ട്, നല്ല വെയിലും ഉണ്ട്. ഭയങ്കര തണുപ്പില്ല. കാറിന്റെ എസിന് അത്ര തണുപ്പില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അടുത്താണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് നോക്കണം. കുറേ തപ്പി നടന്ന് ഒക്കെ ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്കാണ്. ഇപ്പം തന്നെ ഇതാ ഞാൻ ഒന്ന് ബസ് പുറത്തിറങ്ങുന്നത് കണ്ടിട്ട് ഒക്കെ ബ്ലോക്കാണ് ഇടാ. അതുകൊണ്ടാണ് വണ്ടി അതിൻ്റെ അകത്ത് പാർക്ക് ചെയ്തത്. നമ്മൾ നോക്കണം വണ്ടി അവിടെ തന്നെ വെച്ചിട്ട് ഇനി അടുത്ത എവിടെ നല്ല ഫുഡ് കഴിക്കുന്ന സ്പോട്ട് നോക്കിയിട്ട് നോക്കിയിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ ഫസ്റ്റേ പറഞ്ഞേക്കാം, ഇത് ഊട്ടി കറക്കലോ അങ്ങനെ ഇങ്ങനെയോ ഒന്നുമല്ല. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുന്നതിനെ കൊണ്ട് ഒന്ന് ജസ്റ്റ് കാറും കൊണ്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ പോലെ ആയിരിക്കും ഇതുണ്ടാവുക. പിന്നെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിന്നും പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ ഊട്ടിക്ക് ഇറങ്ങാനായിട്ട് വന്നോന്നല്ല, കണ്ട ഇതിലൊക്കെ ഫ്രഷ് ആയിട്ട് വന്ന്. ഞാനിപ്പോൾ അടുത്ത് നമ്മൾ നോക്കണം ഇനി എവിടെ ഫുഡ് സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ നോക്കിയിട്ട് തപ്പണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞേക്കാം, ഇത് നമ്മൾ ഊട്ടിക്ക് ഇറങ്ങുന്നൊന്നല്ല, നമ്മൾ നാട്ടിൽ വെറുതെ ഇരുന്നോ നട്ടപ്പരാന്തായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അതാണ് മാറ്റർ. പിന്നെ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇൻസ്റ്റയിൽ ഫോളോ ആക്കുക. അങ്ങനെ നല്ല നല്ല വീഡിയോസ് വരാണ്ട്. ഓക്കെ, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വണ്ടി വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി. ഓക്കെ.
ഗൈസ് അങ്ങനെ ഫുഡിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡിന് ഞാൻ അധികം ഭക്ഷണം കഴിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. മോശമില്ല, അത്യാവശ്യം നല്ല വർത്തുള്ള ഇത് തന്നെയാണ്. അങ്ങനെ ഇതാ ഇപ്പം ഇനി ഇവിടുത്തെ ഒരു എത്തിസ്ഥിതിക്ക് ഇപ്പോൾ ഇവിടത്തേക്കാണ് പോകുന്നത്. ബൊട്ടാനിക്കൽ ഗാർഡനും പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇതുണ്ട്. ഇപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി നോക്കാം. ഇതിനുള്ളിൽ കയറി കേട്ടോ. ഏകദേശം 200 രൂപ റേറ്റ് വരുന്നുണ്ട്, ഒരാൾക്ക് 50. ഇതാ മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. വീക്കെൻഡും സീസൺ ടൈമും കൂടെ ആയിക്കൊണ്ട് നല്ല റഷ് ഉണ്ട് കേട്ടോ ഇവിടെ. അത് എനിക്കധികം വീഡിയോസൊന്നും അധികം ഷൂട്ട് ചെയ്യാനില്ല, കാരണം കുറച്ച് പ്രൈവസി എല്ലാം ഉണ്ടായിക്കൊണ്ട്. എൻ്റെ ഇവിടെ എന്തോ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാൻ പോയെന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ ഊട്ടിയിൽ നിന്ന് വിട്ട് കേട്ടോ. എന്താ എല്ലാവരും ഏകദേശം സൈഡായി ഊട്ടിയിൽ നിന്ന് വിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാല്ലാ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.